എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഉത്സവക്കാലമല്ലേ ഇപ്പൊ? എല്ലാവർക്കും ഉത്സവം, തെയ്യം കിട്ടും, മഹോത്സവം, അങ്ങനെ എന്തൊക്കെ മഹോത്സവം. അപ്പോ ഈ ഉത്സവക്കാലത്തെ കുറിച്ച് എന്തെങ്കിലും കവിതകൾ ഉണ്ടാവുമല്ലേ? കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ ഉണ്ടാവാം. ഒരുപാട് ഉത്സവത്തിനെ കുറിച്ച് ധാരാളം എഴുതിയിരിക്കുന്ന ആളാണ്. ഇത് നമ്മൾ എതിർക്കുന്നത് ആളുടെ പേര് തന്നെ ഭക്തകവി എന്നാണ്. ഭക്തിപരമായ കവിതകൾ അത്ര അധികം എഴുതിയിട്ടൊന്നുമില്ല, താരതമ്യേന കുറവാണ്. അവര് ഭക്തിയുടെ കവിത കാലഘട്ടം ഒരു 5-6 വർഷം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ആധ്യാത്മിക വശമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അങ്ങനെ അത്ര വലിയൊരു ഭക്തിയുടെ ഭജനം പാടിക്കൊണ്ട് നടക്കുന്ന ഒരാളെന്നല്ല കുഞ്ഞിരാമൻ നായർ. അദ്ദേഹം എപ്പോഴും സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ, അധ്വാനിക്കുന്നവന്റെ, കൃഷിക്കാരന്റെ ഒക്കെ കൂടെ നിന്ന കവിയാണ്. അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കൂ അതൊക്കെ കവിതയിൽ കൂടെ സാധിച്ച ആളാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന കവിത പൂരത്തിന് പോയിട്ട് എന്നാണ്. ഇതൊരു സംവാദം വേണം. സുഹൃത്തിനോട് കവി ചോദിക്കാൻ, താൻ ഇന്നലെ പൂരത്തിന് പോയല്ലോ, എന്നിട്ട് എന്താ വിശേഷം? ഇതിന്റെ അർത്ഥം കവി ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, നമ്മൾ ജീവിതത്തില് ചെയ്യാനുള്ള ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ വന്നിരിക്കുന്നത് പല സൽക്കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊന്നും നമ്മൾ ആചരിക്കാതെ ദുഷ്ടപ്രവൃത്തിയിൽ കൂടെ നമ്മൾ ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് കവിത ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഉത്സവത്തിന് പോയിട്ട് അവിടെ പുറത്തുള്ള ബഹളമൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വരും. ഏതെങ്കിലും അടിപൊളിയൊക്കെ വീഴുന്നുണ്ട്, അവിടെയൊക്കെ പോയി അതെല്ലാം പങ്കെടുക്കും. പക്ഷെ തൊഴാനുള്ള ഭഗവാന്റെ ഭഗവത് ദർശനം നമ്മൾ കഴിക്കുന്നില്ല. അതുപോലെയാണ് അതുപോലെയുള്ള കാര്യങ്ങൾ. ഭഗവത് ദർശനം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ദർശനം മാത്രമല്ല, അത്തരം അവിടെ നല്ല വഴിപാട് കഴിക്കുക, അത് അങ്ങനെ പല പല നല്ല കാര്യങ്ങളും ഉണ്ട് ചെയ്യാറുള്ളത്. അതൊന്നും ചെയ്യാണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലും ഒരു ദ്വയാർത്ഥമാണ്. കവിയുടെ എല്ലാ കവിതകളിലും പല അർത്ഥങ്ങളും ഉണ്ടാവും. ചങ്ങാതിമാരുമായന്തിമയങ്ങുമ്പോഴെങ്ങു തോഴൻ, ചങ്ങാതിമാരുമായന്തിമയങ്ങുമ്പോഴെങ്ങു തോഴൻ, താരും തളിരുമണിയും വെടിക്കെട്ടു പൂരത്തിനിന്നലെ പോയി. താരും തളിരുമണിയും വെടിക്കെട്ടു പൂരത്തിനിന്നലെ പോയി. പഞ്ചാസ്യനേറിയ പൊന്നും കൊടിമരം തഞ്ചുന്ന കാവുണ്ടകലെ, പഞ്ചാസ്യനേറിയ പൊന്നും കൊടിമരം തഞ്ചുന്ന കാവുണ്ടകലെ, കാട്ടുതീ കാണും കരിമലക്കെട്ടുകൾ നീട്ടിയ കാവുണ്ടകലെ, പൊന്മണി നാഗങ്ങളാടുന്ന പാതകൾ പൊങ്ങിയ കാവുണ്ടകലെ, നീളുന്നു പൂക്കുമിലങ്ങി മലർമണം മീനച്ചുടു കാറ്റിലെങ്ങും, കേളി കലരുമക്കാവിൻ മഹോത്സവ വേല നാളന്തിങ്ങുപോയി. പൊന്നണി ദീപ സഹസ്രമണി മാലമിഞ്ഞുമക്കാവിൻ നടയിൽ, വാടാതെ വേനൽ വറുതിയിൽ ചെന്നളിൽ ചൂടുമരയാലും കാണാം. 1000 പൊൻതിരി നിന്നെരിയുന്നത മാലുവിളക്കു കണക്കെ, ചന്തമേഴുമ മഹോത്സവ രംഗത്തിലെന്തോഴനെന്തൊന്നു കണ്ടു. അവിടെയാണ് ആ ചോദ്യം. പോയിട്ട് എന്തൊക്കെ കണ്ടു അല്ലേ രവിയേട്ട? അത് അപ്പോഴെന്താ നീരദ സോപാനമാകമിറങ്ങിയ താരാസഹസ്രം കണക്കേ, അമ്പിൻ നിലാവിലൂലഞ്ഞാടി നിൽക്കുന്നൊരമ്പലം പൊയ്ക കണക്കേ, വിങ്ങുമൂഷ്മാവിലൂരും ഇരുളും വിളിച്ചോ, വിങ്ങുമൂഷ്മാവിലീരൂടും
വെളിച്ചവും നീങ്ങുന്ന പൂരപ്പറമ്പിൽ തൂവെണ്മയിൽ നിന്നു പൂത്ത പുരുഷാരമെങ്ങും നിരന്നതു കണ്ടു. പൊന്നും വിഷുക്കണി വെച്ചു തിളങ്ങുന്ന കൊന്ന മലർക്കുല പോലെ ആത്തര തോറുമാ മഞ്ഞവരെ കുറി ചാത്തിയ മംഗമാർ നിന്നോ ആ തുത്തിമിത്തങ്ങുമാല പടക്കങ്ങളൊത്തു കുളപ്പൂക്കിടങ്ങൾ ചന്തമേഴുന്ന മോഹോത്സവത്തിൽ പിന്നെ എന്തോടനെന്തൊന്നു കണ്ടോ ചേലിൽ പറമ്പിനു ചുറ്റുമക്കാപ്പവൻ മാലയണിഞ്ഞ നഗരം മുറ്റുമാ സ്വാർത്ഥ വിപണി തോറും പച്ച നോട്ടു പിടുങ്ങും നഗരം ഉച്ചണ്ട ലോഭ മനുഷ്യനെ പച്ച തിന്നുന്ന നഗരം മോഹനമാം പൊടി പൂശിയ വേശയ മോഹിനി നൃത്തമാടുന്നു. ചന്തമേഴുമ മഹോത്സവത്തിൽ പിന്നെ തോഴനെന്തൊന്നു കണ്ടു താരങ്ങളെ കളിയാക്കുമ വിത്തുകൾ താനേ ഇരുണ്ടു പൊലിഞ്ഞു. ഇല്ലാത്ത പൊങ്ങച്ച ഭാവം നടിച്ചുള്ള പുള്ള ബലൂണുകൾ വന്നു. പട്ടുതലക്കെട്ടണിഞ്ഞ കരിവരർ കൊച്ചുമല നിര തീർത്തു. എന്തോടരുത്തു സരസം കറങ്ങുന്ന യന്ത്രമൊഴിഞ്ഞാലിലാടി ചന്തസ്ഥലത്തു നടങ്ങുടൻ നടന്നുടനുടൻ മോന്തി മധുര പാനീയം വാദ്യം മുഴങ്ങവേ യാത്രത്തിണ്ണയിൽ ചീട്ടു കളിച്ചു രസിച്ചു. നിർത്താതെ മേന്മേൽ മുഴങ്ങി കരീനകൾ പുത്തനീടിരവമായി. ചന്തമേറുന്നൊരപ്പൂരത്തിനു പോയി ചന്തകൾ കണ്ടു മടങ്ങി. ആരാലിരമ്പും ജനാവലി എന്നുള്ളൊരാളികൾക്കപ്പുറമായി വൻവില പേശി കഴിയുന്ന വാണിഭച്ചന്തകൾക്കപ്പുറമായി പൊൻതിരി കൈകൂപ്പി നിൽക്കുന്ന ഗോപുര പങ്ക്തികൾക്കപ്പുറമായി വീണ ചേണാർന്നൊഴുകുന്നൊരേകാന്ത ശാന്തിത വീണാമൃദുസ്വനമായി. മണ്ണിൻ തമോമയ ദുർഗത്തിനപ്പുറം മിന്നും പ്രഭാപൂരമായി. ചൈതന്യപൂർണമാം കോവിലൊന്നുണ്ടതു പാവമൻ ചങ്ങാതി കണ്ടോ. ഗോപുരത്തിനകത്തേക്കു കടന്നില്ല കുപ്പായമിട്ടുള്ള ഞങ്ങൾ. എത്ര വിഷമമാണെന്നു ഉടുത്തിട്ടു കെട്ടിയ കുപ്പായമൂര കുപ്പായ ഉരുട്ടുള്ളിലേക്ക് പോകാൻ പാവമൻ ചങ്ങാതിപൂരത്തിനു കടന്നതില്ലെന്നോ. അവിടെ ചോദ്യം വന്നു, എന്താ ഇത്രയും പോയിട്ട് കുറച്ച് ചൊല്ലാം. ഇല്ല കടന്നില്ല കാവിൽ പരമാർത്ഥമുള്ളോ തുറന്നു പറഞ്ഞു. ചന്തസ്ഥലങ്ങളിൽ നീളയരഞ്ഞുള്ള പാനീയമൊക്കെയും മുന്തി. ചെഞ്ചോരിവായ് മലർത്തുമ്പിലൂതിരുന്ന പുഞ്ചിരി പഞ്ചാരനക്കി. ചങ്ങാതിമാരുമായി ചീട്ടു കളിച്ചു പിൻവാങ്ങിയോനെന്തൊരു പൂരം. വെള്ളിമലർപ്പറ വെച്ചിരിക്കും കാവിനുള്ളിൽ കടക്കാൻ മറന്നോ. ദുർഗത്തിനപ്പുറം മിന്നുന്നൊരംബികാ വിഗ്രഹം കാണാൻ മറന്നു. അത് കഷ്ടായിപ്പോയി. ധാരയായി പൊട്ടിയൊഴുകുന്ന കണ്ണുനീരാറിലാറാടാൻ മറന്നോ.
എത്തി തിരുനടയോളമെന്നാൽ പരാശക്തിയെ കൂപ്പാൻ മറന്നു. കോപ്പിട്ടു പൂരത്തിനെത്തി ഭവാനിയെ കൂപ്പാതെ പോന്നതോ കഷ്ടം. അപ്പൊ അതിനുള്ള മറുപടി ആയിരിക്കും അല്ലെ? അതായത് ദേവിയെ തൊഴാണ്ട് വന്നത് വളരെ കഷ്ടമീ വീർപ്പിനാൽ കാര്യമെന്തോ, കഷ്ടമീ വീർപ്പിനാൽ കാര്യമെന്താ, കേളി കേട്ടൊരു പൂരം കഴിഞ്ഞു. ഉണ്ടൊരു വസ്തുവതു കൈവരാതെ താൻ തെറ്റിത്തിരിയുന്ന മർത്യൻ, ഉന്മതൻ വിഗ്രഹം കാണാതെ ചന്തയും കണ്ടു മടങ്ങുന്ന മർത്യൻ. ചെയ്യേണ്ടതെന്തതു ചെയ്യാതെ മോഹത്തിൻ കയ്യിൽ കുടുങ്ങുന്ന മർത്യൻ. ഒന്നും അറിയാതെ വന്നു വൃഥാ പാരിൽ നിന്നു തിരിച്ചു പോകുന്നു. അമ്പിൻ വിളി പോകിലെന്തു സാരം, ജഗദംബ തന്നാനന്ദപൂരം. അടുത്ത കവിതയുമായി അടുത്ത പ്രാവശ്യം.